Next topic is width of impeller blades. Okay, so we know that the mass flow rate, the mass of air flowing through the blades at inlet and outlet is constant. That means mass flow rate in is equal to mass flow rate out. Same mass flow rate air ആണ് ടർബൈൻ്റെ ഇൻലെറ്റിൽ വന്ന് അതേ മാസ് ഫ്ലോ റേറ്റിലാണ് പുറത്തേക്ക് പോകുന്നത്, ചേഞ്ച് ഒന്നുമില്ല. സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇമ്പല്ലറിൻ്റെ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോബ്ലം ചോദിക്കുമ്പോൾ വിഡ്ത്ത് കണ്ടീഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു കണ്ടീഷൻ ദ മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതേ ടോപ്പിക്ക് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിലും അതേപോലെ റിയാക്ഷൻ ടർബൈൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെയിം സംഭവം തന്നെയാണ്. Suppose assume that let B1 is the width of the impeller blades at inlet. Okay, similarly B2 is the impeller blades, width of impeller blades at outlet. ഇമ്പലർ ബ്ലേഡ്സിൻ്റെ ഔട്ട്ലെറ്റിലുള്ള വിഡ്ത്ത് B2 ആണ്. സിമിലർലി D1 ഈസ് ദ ഡയമീറ്റർ ഓഫ് ഇമ്പല്ലർ at inlet, and D2 is the diameter of impeller at outlet. Now we already know that from velocity triangle, Vf1 is the velocity of flow at inlet, Vf2 is the velocity of flow at outlet. Okay, also Vs1 ഇതൊരു പുതിയ ടേമാണ്, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. വെലോസിറ്റി Vs1 ഈസ് ദ സ്പെസിഫിക് വോളിയം. ഓക്കെ, ഇത് വോളിയാണ്, വെലോസിറ്റി അല്ല. സോ സ്പെസിഫിക് വോളിയം of air at inlet, So specific volume is nothing but 1 by density ആണ്. ഡെൻസിറ്റീൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. സിമിലർലി VS2 is the specific volume of air at outlet. Okay, VS2 is the specific volume of air at outlet. Now we know that suppose m dot is the mass flow rate of air or mass of air flowing through the impeller per second. ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന മാസ് ഓഫ് എയർ എം ആണ്, അല്ലെങ്കിൽ എം ഡോട്ട് ആണ്. ഓക്കെ, നൗ മാസ് ഓഫ് എയർ അറ്റ് ഇൻലെറ്റിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു, ഫ്രം കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റോ എ വി, ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ബൈ സ്പെസിഫിക് വോളിയാണ്. 1 ബൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വോളിയം എടുക്കുക. സോ ഏരിയ ഇൻറ്റു വെലോസിറ്റി ബൈ സ്പെസിഫിക് വോളിയം എന്ന് കിട്ടും, മാസ് ഫ്ലോ റേറ്റ്. ഇനി കറസ്പോണ്ടിങ് ഇൻലെറ്റിലെ ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് അറ്റ് inlet is equal to area is ഇൻലെറ്റിൽ പൈ ഡി ഇൻറ്റു വിഡ്ത്ത് അല്ലേ, സർക്കംഫറൻസ് ഇൻറ്റു തിക്നെസ്, അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ വിഡ്ത്ത് ആയതുകൊണ്ട് പൈ ഡി 1 ഇൻറ്റു B1 ഈസ് ദ ഏരിയ ഓഫ് ദ ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. ഓക്കെ, ഫ്ലോ ഡയറക്ഷൻ, മാസ് ഫ്ലോ റേറ്റ് ഇൻകമ്മിങ്, ഈ ടർബൈനിലേക്ക് വരുന്ന
വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. വെർട്ടിക്കൽ കോമ്പണൻറ്റിലാണ് ടർബൈൻ്റെ ഉള്ളിലേക്ക് ഡിസ്ചാർജ് ഉണ്ടാവുക. സോ കറസ്പോണ്ടിങ് ഏരിയ VF1 ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഡിസ്ചാർജിന് കോസ് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ മാസ് ഫ്ലോ റേറ്റിന് കോസ് ചെയ്യുന്ന ഏരിയ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VF1 ആണ്. സോ പൈ D1 B1 VF1 ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വോളിയം. ഓക്കെ, VS1 is the mass of air through the impeller at inlet. Similarly, mass of air leaving the impeller, mass out, is equal to pi D2 B2 velocity of flow at outlet divided by specific volume VS2. Okay, then ഈ രണ്ട് ഇക്വേഷൻ രണ്ടും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വി ക്യാൻ ഇക്വേറ്റ് ദീസ് ടു ഇക്വേഷൻസ്. 1 2 ആണ്. 1ഉം മാസ് ഇന്നും മാസ് ഔട്ടും സെയിം ആണ്. സെയിം കോൺസ്റ്റൻറ്റ് മാസ്സാണ് കംപ്രസറിൻ്റെ ഉള്ളിലൂടെ ഇൻകമ്മിങ് വന്ന് പുറത്തേക്ക് പോകുന്നത്. സോ പൈ D1 B1 VF1 ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വോളിയം അറ്റ് ഇൻലെറ്റ് ഈസ് ഈക്വൽ ടു പൈ D2 B2 VF2 ഡിവൈഡഡ് ബൈ VS2. ഓക്കെ, ഇവിടെ ഒരു ക്രോസ് സൈൻ ഇടുന്നത് ഒരു ഹൊറിസോണ്ടൽ ബാർ യൂസ് ചെയ്യുന്നത് വോളിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. വെലോസിറ്റി അല്ല, വോളിയാന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു നൊട്ടേഷൻ മാറ്റിയെന്നേ ഉള്ളൂ. സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഡയമീറ്റർ തന്നിട്ടുണ്ടാകും. ഡയമീറ്റർ സ്പെസിഫിക് വോളിയം ഓഫ് എയർ പ്രോപ്പർട്ടിയാണ്, അത് കിട്ടും. വെലോസിറ്റി ഓഫ് ഫ്ലോ, വെലോസിറ്റി ട്രയാങ്കിൾ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ടാവും. ചില ക്വാണ്ടിറ്റീസ് അൺനോൺ ആയിരിക്കും. സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് അൺനോൺ ക്വാണ്ടിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, B1 വിഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ ഒരു കണ്ടീഷൻ ഓർമ്മിച്ച് വെക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഇക്വേഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വിഡ്ത്ത് ഓഫ് ഇംപെല്ലർ ബ്ലേഡ്സ്. ഓക്കെ, now the next term is isentropic efficiency. Next important definition is isentropic efficiency. Isentropic efficiency ന്റെ definition നമുക്കറിയാം. Isentropic efficiency is, it's defined as isentropic work done. It is the ratio of isentropic work done. നമ്മൾ പമ്പിലും ഇതൊക്കെ ഡിഫൈൻ ചെയ്ത മാതിരി തന്നെ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഐസെൻട്രോപ്പിക് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വർക്ക് ഡൺ. ഓക്കെ, ഇതാണ് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസീൻ്റെ ഡെഫിനേഷൻ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഐസെൻട്രോപ്പിക് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വർക്ക് ഡൺ. ഓക്കെ, ഇനി ഈ ആക്ച്വൽ വർക്ക് ഡണ്ണും ഐസെൻട്രോപ്പിക് വർക്ക് ഡണ്ണും തമ്മിൽ ഇങ്ങനെ ഡിഫറൻസ് വരാൻ കാരണം, ഓക്കെ, രണ്ടും സെയിം ആവാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കംപ്രസറിൽ കൂടെ എയർ ഫ്ലോ ചെയ്യുമ്പോൾ വൈൽ ദ എയർ ഫ്ലോയിങ് ത്രൂ ദ കംപ്രസർ ദർ വിൽ ബി സം ലോസസ്. ഓക്കെ, ഏതൊരു കംപ്രസർ, സെൻട്രിഫ്യൂഗൽ കംപ്രസർ ആയാലും അതിൽ കുറച്ച് ലോസസ് ഉണ്ടാവും. ഇൻലെറ്റിൽ നിന്ന് ഇൻലെറ്റിൽ എയർ വന്ന് ഔട്ട്ലെറ്റിൽ പുറത്തേക്ക് ഡെലിവറി റിക്വയർഡ് പ്രഷറിൽ പുറത്തേക്ക് പോകുമ്പം കുറച്ച് ലോസസ് ഉണ്ടാവും. ഫസ്റ്റ് വൺ, അതിൽ മെയിനായിട്ട് 3 ലോസസ് ആണ് മെയിനായിട്ട് ഉണ്ടാവുക. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അറിയാൻ തന്നെയാണ്, ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ എയർ ആൻഡ് ഫ്ലോ ഓഫ് പാസേജ്. ബിറ്റ്വീൻ എയർ ലെയർ ആൻഡ് ഫ്ലോ ഓഫ് പാസേജ്. ഇപ്പോൾ എയർ പോകുന്ന ഓരോ പൈപ്പിൽ കൂടെ അല്ലെങ്കിൽ ഇൻലെറ്റ്, ടർബൈൻ, ഇംപെല്ലർ, ഡിഫ്യൂസറിൽ കൂടെ ഒക്കെ പാസ് ചെയ്യുമ്പം ആ സർഫസും എയറിൻ്റെ ലെയറും തമ്മിലുണ്ടാവുന്ന ഫ്രിക്ഷൻ, ആ ഫ്രിക്ഷൻ മൂലം ലോസ് ഉണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ഫ്രിക്ഷണൽ ലോസ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് ദ ഫ്ലോ പാസേജ് ആൻഡ് ദ എയർ. എയറും സർഫസും തമ്മിലുള്ള ഫ്രിക്ഷൻ മൂലം ഉണ്ടാവുന്ന ലോസ്. സെക്കൻഡ് വൺ ഈസ് ലോസ് ഡ്യൂ ടു ഷോക്ക് അറ്റ് എൻട്രി. അതായത് ഇൻകമ്മിങ് എൻട്രിയിൽ വരുന്ന ഇംപെല്ലറിൻ്റെ എൻട്രിയിൽ സ്മൂത്ത് എൻട്രി അല്ലെങ്കിൽ ദർ വിൽ ബി സം ഷോക്ക് അല്ലെങ്കിൽ വൈബ്രേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ മൂലം അല്ലെങ്കിൽ ഷോക്ക് മൂലം എനർജി ലോസ് ഉണ്ടാവും. ദാറ്റ് ഈസ് സെക്കൻഡ് ലോസ്. ദെൻ തേർഡ് ലോസ് ഈസ് ലോസ് ഡ്യൂ ടു
due to turbulence. ഓക്കെ, ടർബുലൻസ് മൂലം എയറിൻ്റെ എയർ ടർബുലൻ്റ് എയർ ആണെങ്കിൽ അത് വെച്ച് ടർബുലൻസ് മൂലം എഡ്ഡീസൊക്കെ ഫോം ചെയ്യും. സോ എനർജി ലോസ് ഉണ്ടാവും. സോ ഈ 3 ലോസസ് ആണ് മെയിനായിട്ട് ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ ഉണ്ടാവുക. ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ എയർ ലെയർ ആൻഡ് ദ ഫ്ലോ ഓഫ് പാസേജ്, ദെൻ ലോസ് ഡ്യൂ ടു ഷോക്ക് അറ്റ് എൻട്രി, ലോസ് ഡ്യൂ ടു ടർബുലൻസ്. ഓക്കെ, സോ ഇങ്ങനെ ഈ ലോസ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ബിക്കോസ് ഓഫ് ദിസ് ഫ്രിക്ഷൻ, ഷോക്ക്, ടർബുലൻസ് ഒക്കെ കാരണം ഈ എയറിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സപ്പോസ് ഇൻറ്റേർണൽ എനർജി യു ആണെങ്കിൽ, ഇൻറ്റേർണൽ എനർജി യു എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇൻറ്റേർണൽ എനർജി ഓഫ് എയർ വിൽ ഇൻക്രീസ്. ടർബൈൻ കംപ്രസറിൻ്റെ ഉള്ളിലെ എയറിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യും. ദെൻ വി നോ ദാറ്റ് ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. ഓക്കെ, സോ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ എൻതാൽപ്പി ഓൾസോ വിൽ ഇൻക്രീസ്. എച്ചിൻ്റെ വാല്യൂം ഇൻക്രീസ് ആവാൻ തുടങ്ങും വിത്തൗട്ട് ചേഞ്ച് ഇൻ പ്രഷർ. പ്രഷറിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, ഡെലിവറി പ്രഷർ സെയിം ഡെലിവറി പ്രഷർ തന്നെ ആയിരിക്കും. ബട്ട് എയറിൻ്റെ ഇൻറ്റേർണൽ എനർജി പ്രഷറിന് ചേഞ്ച് ഇല്ലാതെ, ദർ ഈസ് നോ പ്രഷറിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ആവും. ലോസ് മൂലം ഇതിൻ്റെ ടെമ്പറേച്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഷോക്ക്, ടർബുലൻസ്, ഇതെല്ലാം കാരണം എയറിൻ്റെ ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഇൻക്രീസ് ആവും. സോ ഓട്ടോമാറ്റിക്കലി എൻതാൽപ്പി ഇൻക്രീസ് ആവും വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ പ്രഷർ. ഓക്കെ, സോ ഓൾ ദീസ് ലോസസ് കോസ് ആൻ ഇൻക്രീസ് ഇൻ എൻതാൽപ്പി ഓഫ് ദ എയർ വിത്തൗട്ട് ഇൻക്രീസ് ഇൻ പ്രഷർ. ഓക്കെ, നൗ ഈ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് എൻതാൽപ്പി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു ടെമ്പറേച്ചർ ആണ്. ഓക്കെ, സോ ഇഫ് എൻതാൽപ്പി ഈസ് ഇൻക്രീസിങ് ബിക്കോസ് ഓഫ് ദ ലോസ്, എൻതാൽപ്പി ഈസ് ഇൻക്രീസിങ്, ദെൻ ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ ഓഫ് എയർ ഓൾസോ വിൽ ഇൻക്രീസ്. എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുമ്പം എയറിൻ്റെ ടെമ്പറേച്ചറും ഇൻക്രീസ് ആവാൻ തുടങ്ങും. ഓക്കെ, therefore the actual temperature of the air at the end of compression will be greater than the temperature expected at the end of isentropic compression. Okay, so നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ നമ്മൾ ഐസെൻട്രോപ്പിക് കംപ്രഷനാണ് അസ്യൂം ചെയ്യുന്നത്. ഐസെൻട്രോപ്പിക് കംപ്രഷൻ സപ്പോസ് 1 ഇനീഷ്യൽ എയർ 1 ആണ്, ഫൈനൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ 2' ആണെന്ന് വിചാരിച്ചു. ദിസ് ഈസ് ഐസെൻട്രോപ്പിക് എയർ ഐസെൻട്രോപ്പിക്കലി ആണ് കംപ്രസ് ചെയ്തത്, ഐസെൻട്രോപ്പിക് കംപ്രഷനാണ്. സോ ഈ 1 2' കംപ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും കംപ്രഷൻ നടക്കുമ്പം പ്രഷറും ഇൻക്രീസ് ആവും, ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചറും ഇൻക്രീസ് ആവും. സോ T2' ഈ ഐസെൻട്രോപ്പിക് കംപ്രഷൻ നടത്തിയിട്ടുള്ള ടെമ്പറേച്ചർ, ഫൈനൽ എയറിൻ്റെ ടെമ്പറേച്ചർ T2' ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് ഇങ്ങനെ കുറേ ലോസസ് വരുന്നത് കൊണ്ട് ഈ പ്യുവർ ഐസെൻട്രോപ്പിക് ആയിട്ട് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഇൻറ്റേർണൽ എനർജി കൂടും, എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുമ്പം ഈ ഒരു T2' എന്നുള്ള ടെമ്പറേച്ചറിനേക്കാളും കൂടിയ ടെമ്പറേച്ചറിലാണ് എയർ ഔട്ട്ലെറ്റിൽ വരിക. ദാറ്റ് മീൻസ് സപ്പോസ് ആക്ച്വലി ഇത് ഐഡിയൽ കേസാണ്, ഐസെൻട്രോപ്പിക്കലി ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ബട്ട് ഈ ബിക്കോസ് ഓഫ് ദിസ് ലോസസ് ഈ ആക്ച്വലി ഈ 1 to 2' എന്നുള്ള പാത്തിൽ കംപ്രസ് ചെയ്യാൻ പറ്റില്ല. വേറൊരു പോയിന്റ് 2' പകരം 2 എന്നുള്ളൊരു പോയിന്റിലായിരിക്കും ഫൈനലി കംപ്രസ് ചെയ്തിട്ടുണ്ടാവുക. സോ ദിസ് ഇസ് ദ ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്. നിങ്ങൾക്ക് ഇതിൻ്റെ TS ഡയഗ്രാം വരയ്ക്കുമ്പോൾ കറക്റ്റ് ഐഡിയ കിട്ടും. സോ 1 to 2 ഈസ് ദ ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്. ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഒന്നുമില്ലാത്ത ഐഡിയൽ കേസ്. ബട്ട് നമുക്കറിയാം ഇവിടെ കുറേ ലോസസ് ഓൾറെഡി ഈ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ നടക്കുന്നുണ്ട്. സോ ആക്ച്വൽ കംപ്രഷൻ വിൽ ബി ഡിഫറെൻറ്റ് ഓർ ഇറ്റ് വിൽ ഡീവിയേറ്റ് ഫ്രം ഐസെൻട്രോപ്പിക് കംപ്രഷൻ. സോ ഈ ഒരു ആക്ച്വൽ കംപ്രഷൻ കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ സപ്പോസ് അത് T2 ആണെങ്കിൽ ദാറ്റ് T2 വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ T2'. T2 എന്നുള്ള ഈ എയറിൻ്റെ ടെമ്പറേച്ചർ T2'നേക്കാളും ഐഡിയൽ കേസിനേക്കാളും കൂടിയ ടെമ്പറേച്ചറിലാണ് എയർ പുറത്ത് വരിക കംപ്രഷൻ കഴിഞ്ഞിട്ട്. ഇൻലെറ്റിൽ എയർ 1 വന്നു, അത് കംപ്രസ് ചെയ്ത് T2 എന്നുള്ള ആക്ച്വൽ പാത്തിൽ ആക്ച്വൽ എയർ പുറത്ത് വരുന്നത് T2 ആണ്. ഐഡിയൽ കേസിൽ T2' ആണ്. സോ എപ്പോഴും ഈ ലോസ് മൂലം ആക്ച്വൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അത് കൂടുതലാവാനുള്ള റീസണാണ് ഇവിടെ പറഞ്ഞത്. ഈ ലോസ് ഫ്രിക്ഷനും ഷോക്ക്
ടർബുലൻസ് ഒക്കെ കൂടും, ഇൻറ്റേർണൽ എനർജി, എയറിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും, ഇൻറ്റേർണൽ എനർജി കൂടുമ്പോൾ എൻതാൽപ്പി കൂടും, എൻതാൽപ്പി കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. സോ ദ ആക്ച്വൽ എയർ ടെമ്പറേച്ചർ വിച്ച് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ കംപ്രസർ വിൽ ബി മോർ ദാൻ ദ ഐഡിയൽ ടെമ്പറേച്ചർ, ഐസെൻട്രോപ്പിക് ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും. സോ ഒരു ഇങ്ങനെ ടെമ്പറേച്ചർ കൂടിയ ഒരു സാധനം, ഒരു നമുക്ക് അറിയാം എപ്പോഴും ഹോട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹീറ്റഡ് എലമെൻസിനെ കംപ്രസ് ചെയ്യാനാണ് എപ്പോഴും ഡിഫിക്കൾട്ട്. നമുക്ക് ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള എയറും ഒരു ഹീറ്റഡ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിലുള്ള എയറും കിട്ടിക്കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലുള്ള എയറിനെ കംപ്രസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കുറവായിരിക്കുമ്പോൾ മോളിക്യൂൾസ് റാൻഡം മൂവ്മെൻറ്റ് ഉണ്ടാവും. സോ നമുക്ക് ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. സോ വി ഹാവ് ടു ഗിവ് മോർ വർക്ക്. സോ ഇൻ ദ കേസ് ഓഫ് the actual compression process, because of these losses, the work required കംപ്രസറിലേക്ക് നമ്മൾ കൊടുക്കേണ്ട വർക്ക് കൂടുതലായിരിക്കും. വർക്ക് റിക്വയർഡ് വിൽ ബി മോർ ദാൻ ദ ഐസെൻട്രോപ്പിക് വർക്ക്. ഐഡിയൽ വർക്കിനേക്കാൾ ഐസെൻട്രോപ്പിക് വർക്കിനേക്കാളും കൂടുതൽ വർക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് 1 to 2 എന്നുള്ള 2ലേക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കാരണം ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട്, ടെമ്പറേച്ചർ കൂടുകയായതുകൊണ്ട്, എയറിൻ്റെ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൽ എയർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കംപ്രസ് ഹൈ ടെമ്പറേച്ചർ മെറ്റീരിയൽസ്, സോ ഹൈ ടെമ്പറേച്ചർ സബ്സ്റ്റൻസ്. സോ the work required will be more compared to the ideal isentropic work. സോ ഇത് ലോസ് ആണ്. നമുക്ക് കൂടുതൽ വർക്ക് കൊടുത്താൽ മാത്രമേ കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, since the temperature difference is more, actual work required to compress the air will be more than that of work for isentropic compression. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആക്ച്വൽ തിയററ്റിക്കൽ വർക്ക് നമ്മൾ പ്ലാൻ ചെയ്ത് എത്ര വർക്കാണ് കൊടുക്കേണ്ടതെന്ന് അസ്യൂം ചെയ്ത് അതിനേക്കാളും കൂടുതൽ വർക്ക് കൊടുത്താൽ മാത്രമേ, കൂടുതൽ വർക്ക് ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കംപ്രസറിൽ കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ ഇത് നമുക്കൊന്ന് TS ഡയഗ്രാം വെച്ചിട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് 1 to 2 ഇസ് ദ ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്. 1 to 2 ഡാഷ് ഐഡിയൽ കേസിനെ ഡാഷ് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. 1 to 2 ഡാഷ് ഇസ് ദ ഐസെൻട്രോപ്പിക് കംപ്രഷൻ. 1 to 2 ഇസ് ദ ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ TS ഡയഗ്രത്തിൽ വരച്ചു നോക്കാം. ഓക്കെ, സോ y ആക്സിസിൽ ടെമ്പറേച്ചർ, x ആക്സിസിൽ എൻട്രോപ്പി. y ആക്സിസിൽ ടെമ്പറേച്ചറും x ആക്സിസിൽ എൻട്രോപ്പി മാർക്ക് ചെയ്തു. സപ്പോസ് ഇതാണ് ഇൻലെറ്റിൽ വരുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ T1 എന്നുള്ളത്. ഈ ഒരു ടെമ്പറേച്ചർ ആയിരിച്ചു T1. ഇൻലെറ്റിലെ എയറിൻ്റെ എൻട്രോപ്പി സപ്പോസ് ഇതാണ് ഇൻലെറ്റിലെ പോയിൻ്റ് S1 എന്നുള്ള പോയിൻ്റ്. സോ ഈ ഒരു പോയിന്റിലെ എയറാണ് നമ്മൾ ടർബൈനിലേക്ക്, കംപ്രസറിലേക്ക് ഇൻലെറ്റിൽ വരുന്നത്. ഓക്കെ, സോ TS ഡയഗ്രത്തിൽ കറസ്പോണ്ടിങ് പ്രഷർ മാർക്ക് ചെയ്യുകയാണെങ്കിൽ പ്രഷർ ലൈൻ, ഞാൻ ഇതിനെ പ്രഷർ ലൈനും കൂടി മാർക്ക് ചെയ്യുക, കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പ്രഷർ ലൈൻ ഉണ്ടാവുക. ഇത് P1. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനിൽ എയർ എത്തി T1 എന്നുള്ള ടെമ്പറേച്ചർ, S1 ഇസ് ദ കറസ്പോണ്ടിങ് എൻട്രോപ്പി, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രഷർ, കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ P1. ഓക്കെ, TS ഡയഗ്രത്തിൽ പ്രഷർ ലൈൻ ഒരു കർവ് ലൈൻ ആയിരിക്കും. സോ P1 എന്നുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, നൗ സപ്പോസ് അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് കംപ്രസ്ഡ് ഐസെൻട്രോപ്പിക്കലി. നമ്മൾ ഇതിനെ ഐസെൻട്രോപ്പിക് ആയിട്ടാണ് കംപ്രസ് ചെയ്തിട്ടുള്ളത്. സോ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയതുകൊണ്ട് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. ഇത് എൻട്രോപ്പി ആക്സിസ് ആണ്. ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ എന്നുള്ള അസംഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ എങ്ങനെ വരും? എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കംപ്രസ് ചെയ്തു. സപ്പോസ് ഈസ് ദ ഫൈനൽ. നമുക്ക് ഈ ഒരു കണ്ടീഷൻ, ഈ പ്രഷറിലേക്കാണ് എത്തിക്കേണ്ടത്. ഇതാണ് P2. കംപ്രസ് ചെയ്ത് P2ലേക്കാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനീഷ്യലി P1 പ്രഷറിൽ നിന്ന് കംപ്രസ് ചെയ്ത് P2 പ്രഷറിലേക്കാണ് എത്തിക്കേണ്ടത്. ഇതാണ് ഡെലിവറി പ്രഷർ. സോ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ആയതുകൊണ്ട് വെർട്ടിക്കൽ ലൈൻ,
ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്തു. ഇതിനെ T2 ഡാഷ്. ഐസെൻട്രോപ്പിക് ഐഡിയൽ കേസ് ആയതുകൊണ്ട് ഡാഷ് ലെറ്റർ യൂസ് ചെയ്തു. കറസ്പോണ്ടിങ് ഈ ടെമ്പറേച്ചർ ഇത് T2 ഡാഷ് എന്ന് വിളിച്ചു. T2 ഡാഷ് ഈസ് ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് ഇൻലെറ്റ് കണ്ടീഷൻ അതിനെ ഐസെൻട്രോപ്പിക് ആയിട്ട് കംപ്രസ് ചെയ്തു 1 to 2 ഐഡിയൽ കേസ്. ഓക്കെ, ഐഡിയലി കംപ്രസ് ലോസ് ഒന്നും കൺസിഡർ ചെയ്യാതെ തിയററ്റിക്കലി കംപ്രസ് ചെയ്യാണ്. ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്തു P2 എന്നുള്ള ഡെലിവറി പ്രഷറിൽ എത്തിച്ചു. ഈ ലൈനിലേക്ക് മീറ്റ് ചെയ്യിച്ചു. സോ T2 ഡാഷ് ഈസ് ദ 2 ഡാഷ് ഈസ് ദ കറസ്പോണ്ടിങ് ഐസെൻട്രോപ്പിക് compressed point. T2 dash is the temperature. Okay, now we know that ഇത് ഒരു ഐഡിയൽ കേസാണ്. ആക്ച്വലി ദർ ആർ സം ലോസസ്. സോ ഈ ഒരു പാത്തിലല്ല കംപ്രഷൻ നടക്കുക, ഈ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് കംപ്രഷൻ നടക്കുക. ഓക്കെ, സപ്പോസ് സെയിം P2ലാണ് നമുക്ക് എത്തിക്കേണ്ടത്, ബട്ട് ഈ 1 നിന്ന് 2 ഡാഷ് എന്നുള്ള പാത്ത് കൂടെ ആയിരിക്കില്ല, വേറൊരു പാത്തിലായിരിക്കും കംപ്രഷൻ നടക്കുക. സപ്പോസ് ഇതാണ് ആ പാത്ത് എന്ന് വെച്ചു 2 ഡാഷ്. ഇങ്ങനെയാണ് കംപ്രഷൻ നടന്നത്, ആക്ച്വൽ കംപ്രഷൻ. ഓക്കെ, ദിസ് ഇസ് 1 2 ഡാഷ് അല്ല 1 2 1 2 ഈസ് ദ ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്. 1 to 2 ഡാഷ് ഈസ് ദ ഐഡിയൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ പ്രോസസ്. ഓക്കെ, രണ്ടും പ്രഷർ സെയിം ആണ്. ഈ P1 നിന്ന് P2ലേക്കാണ് കംപ്രസ് ചെയ്യേണ്ടത്. സോ ഈ ലൈനിലേക്ക് മീറ്റ് ചെയ്യിച്ചു, P2 എത്തി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ സപ്പോസ് നമ്മൾ ഈ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ആക്സിസിലേക്ക് മീറ്റ് ചെയ്യിക്കുമ്പം ഇത് T2 എന്ന് കിട്ടും. സോ ഫ്രം ദിസ് ഗ്രാഫ് T2 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ T2 ഡാഷ്. അത് ഗ്രേറ്റർ ആവാനുള്ള കാരണമാണ് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞത്. T2 ടെമ്പറേച്ചർ ആക്ച്വൽ കംപ്രഷൻ ടെമ്പറേച്ചർ വിൽ ബി മോർ ദാൻ ദ ഐഡിയൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ ടെമ്പറേച്ചർ. സോ T2 എന്നുള്ളത് എപ്പോഴും കൂടുതലായിരിക്കും T2 ഡാഷിനേക്കാളും. സോ ഇതാണ് കംപ്രഷൻ പ്രോസസ്സ് ആക്ച്വൽ. ഓക്കെ, ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ്സ് ദിസ് ആക്ച്വൽ കംപ്രഷൻ process. This 1 to 2 dash is the ideal compression process. 1 to 2 is the actual compression process. Okay, now നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ നമ്മൾ എല്ലാ പ്രോപ്പർട്ടിയും സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്യാറ്. ബിക്കോസ് ഓഫ് ഹൈ വെലോസിറ്റി ആൻഡ് ഓൾ നമുക്ക് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ സിംപ്ലിഫിക്കേഷൻ വേണ്ടിയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇതൊക്കെ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് വി വിൽ യൂസ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ്. സോ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും നോക്കാം. സോ സെയിം ഡയഗ്രത്തിൽ നമ്മൾ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് മാർക്ക് ചെയ്യാൻ പോകണം. ഇത് ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. സോ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ സപ്പോസ് ഫസ്റ്റ് പോയിന്റ് T01 എന്നുള്ള പോയിന്റിലെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ T01 ഈസ് ഈക്വൽ ടു T1 പ്ലസ് V1 സ്ക്വയർ ബൈ 2Cp ആണ്. ഈ സ്റ്റാറ്റിക് ടെമ്പറേച്ചറിൻ്റെ കൂടെ ഈ ഒരു ടേം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ V1 സ്ക്വയർ ബൈ 2Cp എന്നുള്ള ടേം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് ടെമ്പറേച്ചർ കിട്ടും. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടോട്ടൽ ഹെഡ് ടെമ്പറേച്ചർ കിട്ടും. സോ ഈ ഒരു പോയിന്റിൽ നിന്ന് V1 എന്നുള്ള പോയിന്റിൽ നിന്ന് പ്ലസ് V1 സ്ക്വയർ ബൈ 2Cp, ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. നിങ്ങൾ വാല്യൂസൊക്കെ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ. T1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇതിൻ്റെ കൂടെ ഈ ഒരു പോയിന്റിൽ നിന്ന് V1 സ്ക്വയർ ബൈ 2Cp എന്നുള്ളൊരു വാല്യൂ ആഡ് ചെയ്തു. സപ്പോസ് ഇത്രയാണ് ചോദിച്ചു. V1 സ്ക്വയർ ബൈ 2Cp ചെയ്തപ്പം ഈ ഒരു ഹൈറ്റ് കിട്ടി, ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടി, അതിന് കറസ്പോണ്ടിങ് ഇതെടുത്തു. ഓക്കെ, ഞാൻ കുറച്ചും കൂടി ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും. ഇതാണ് P1. ഇനി നേരെ ഈ T1 പ്ലസ് ഈ വാല്യൂ T1 പ്ലസ് V1 സ്ക്വയർ ബൈ 2 ചെയ്താൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇത്രയും വാല്യൂ ഈ T1 കൂടി ഈ ഒരു വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് കിട്ടും. ഇതാണ് നമ്മളെ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. ഈ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും
T01 എന്നുള്ള ടെമ്പറേച്ചർ. ഇത് ഞാൻ 0 സ്റ്റാഗ്നേഷൻ പോയിൻ്റ് ആയതുകൊണ്ട് 0 എന്ന് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ T01. ഓക്കെ, ഇനി ഈ പോയിന്റിലുള്ള പ്രഷർ കോൺസ്റ്റൻറ്റ് ഐസോബാറിക് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ലൈൻ കിട്ടും. ഇത് ആണ് കറസ്പോണ്ടിങ് സ്റ്റാഗ്നേഷൻ പ്രഷർ ലൈൻ P01. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഇത് സോളിഡ് ലൈനായിട്ട് വരച്ചു P01. അപ്പോൾ ഇത്രയേ ഉള്ളൂ. T1ൻ്റെ കൂടെ ഈ ഒരു ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് മാർക്ക് ചെയ്താൽ T1 പ്ലസ് ആ ഒരു വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ T0 എന്നുള്ള ഈ പോയിൻ്റ് കിട്ടും. കറസ്പോണ്ടിങ് പ്രഷർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ P01 കിട്ടും. ഓക്കെ, ഇനി സിമിലർലി ഇവിടെയും നമുക്ക് സപ്പോസ് നമുക്ക് T02 കണ്ടുപിടിക്കണമെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് V2²/2 ചെയ്ത് കഴിഞ്ഞാൽ V2²/2 CP ചെയ്ത് കഴിഞ്ഞാൽ T02 കിട്ടും. അപ്പം ഞാനൊരു വാല്യൂം കൂടി ആഡ് ചെയ്തു. സപ്പോസ് ഇവിടെയാണെന്ന് വെച്ചു 02. ഓക്കെ, ഈ ഹൈറ്റ് V2²/2 CP ആണ് കറസ്പോണ്ടിങ്. നമുക്ക് ആവശ്യമില്ല, എന്നാലും മാർക്ക് ചെയ്തു എന്നേ ഉള്ളൂ. നൗ ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് കംപ്രസ് ചെയ്യുന്നതെങ്കിൽ ഇത് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ കംപ്രഷൻ ലൈൻ ഇങ്ങനെ പോകും. ഈ ഒരു പാത്തായിരിക്കും ഉണ്ടാവുക. കംപ്രഷൻ ലൈൻ ഇവിടെ എത്തും. ഇത് 02 എന്നുള്ള പോയിൻ്റ് ആയിരിക്കും. ഈ ഒരു ഹൈറ്റ് മെഷർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് V2²/2 CP എന്ന് കിട്ടും. V2²/2 CP. കറസ്പോണ്ടിങ് പ്രഷർ മാർക്ക് ചെയ്യുകയാണെങ്കിൽ P02 എന്നുള്ള പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ പോയിന്റിൽ നിന്ന് V2²/2 CP ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 02 എത്തും. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാഗ്നേഷൻ കംപ്രഷൻ ആണെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ കംപ്രഷൻ ലൈൻ വരയ്ക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അത് ഇവിടെ ഈ 02 എന്നുള്ള ഈ പോയിന്റിൽ മീറ്റ് ചെയ്യിക്കും. ഓക്കെ, സോ ഇസ് ദ compression process if we consider stagnation properties. This is the compression process if we consider static properties. രണ്ടും സെയിം ആയിരിക്കും. രണ്ട് എൻഡിൽ ഇവിടെ ഒരു V1²/2 CP ആഡ് ചെയ്തു, ഇവിടെ V2²/2 CP ആഡ് ചെയ്തു. ഓക്കെ, നൗ we can define the isentropic efficiency. Isentropic efficiency is isentropic work divided by actual work. Isentropic work divided by actual work. Isentropic work എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം. സപ്പോസ് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ടോട്ടൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു CP ഇൻറ്റു ഐസെൻട്രോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ 0 തൊട്ടിട്ട് 02 വരെയാണ് ഐസെൻട്രോപ്പിക്കലി കംപ്രഷൻ നടത്തിയത്. സോ T02 മൈനസ് T01 ഡിവൈഡഡ് ബൈ ആക്ച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ m.Cp ഇൻറ്റു ആക്ച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്ച്വൽ ഐസെൻട്രോപ്പിക് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 01 മുതൽ 02 വരെയാണ് ആക്ച്വൽ വർക്ക് നടക്കുന്നത്. ഓക്കെ, സോ T02 മൈനസ് T01 എന്ന് വരും. T02 മൈനസ് T01 എന്ന് വരും. MCP ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയാൽ യു ക്യാൻ റൈറ്റ് T02 മൈനസ് T01 ഡിവൈഡഡ് ബൈ T02 മൈനസ് T01. This is the isentropic expression in terms of stagnation temperature. Stagnation temperature ബേസ് ചെയ്തിട്ടുള്ള isentropic efficiencyൻ്റെ ഇക്വേഷനാണ്. isentropic efficiency in terms of stagnation temperature. ഇത്രയേ ഉള്ളൂ.
ആക്ച്വൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ എടുക്കുക. ഐസെൻട്രോപ്പിക് കംപ്രഷൻ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് 0.1 മുതൽ 0.2 വരെയാണ്. സോ 0.2 മൈനസ് 0.1. ദെൻ ആക്ച്വൽ കംപ്രഷൻ മീൻസ് ഇവിടെ തൊട്ടിട്ട് ഈ 0.1 ഇത് തൊട്ടിട്ട് 0.2 ഇതാണ് ആക്ച്വൽ കംപ്രഷൻ. 0.2 മൈനസ് 0.1. ഓക്കെ. ഇനി ഇത് ഈ സാധനം നമുക്കറിയാം MCP ΔT എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ ടേംസ് ഓഫ് CP ഇൻറ്റു ΔT എന്ന് പറഞ്ഞാൽ എൻതാൽപ്പിയാണ്. സോ ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പി നമുക്ക് പറയാൻ പറ്റും ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പി. ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് എൻതാൽപ്പി ഈസ് ദിസ് CP ഇൻറ്റു ΔT ഈസ് H ആണ്, എൻതാൽപ്പിയാണ്. സോ M ക്യാൻസൽ ചെയ്ത് പോയി ബാക്കി ടേം എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു H02- മൈനസ് H01 ഡിവൈഡഡ് ബൈ H02 മൈനസ് H01. ടെമ്പറേച്ചറിന് പകരം ക്വസ്റ്റ്യനിൽ എൻതാൽപ്പിയാണ് തന്നിട്ടുള്ളതെങ്കിൽ യു ക്യാൻ റൈറ്റ് H02- T02- എന്ന് പറഞ്ഞാൽ H02- ആവും. T0 CP ഇൻറ്റു T01 എന്ന് പറഞ്ഞാൽ H01 ആണ്. അതേമാതിരി CP ഇൻറ്റു T0T എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് H02 ആണ്. CP ഇൻറ്റു T01 എന്ന് പറഞ്ഞാൽ H01 ആണ്. ഇത് എടുക്കാൻ കാരണം H ഈസ് ഈക്വൽ ടു CP ഇൻറ്റു T എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എഴുതിയത്. സോ ദിസ് ഇസ് ദ ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി in terms of stagnation enthalpy, total head enthalpy. Okay. Now same expression if we consider the static properties, നമ്മൾ static temperature, static enthalpy ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ you can write the same expression isentropic efficiency as T0 static ആണെങ്കിൽ 0 വേണ്ട, T2- മൈനസ് T1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1 എഴുതാൻ പറ്റും. അതായത് ഈ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ഫസ്റ്റ് കൺസിഡർ ചെയ്ത പ്രോപ്പർട്ടി ഇത് 2-1 ആണ് ഫസ്റ്റത്തെ കംപ്രഷൻ, ഐഡിയൽ കംപ്രഷൻ അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് കംപ്രഷൻ. സോ T2- മൈനസ് T1 ഓക്കെ ഡിവൈഡഡ് ബൈ ഇതാണ് ആക്ച്വൽ കംപ്രഷൻ ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടി T2 മൈനസ് T1. ഓക്കെ, ഇത് കിട്ടിയത് MCP വെച്ചിട്ട് തന്നെയാണ്. MCP ഒക്കെ ക്യാൻസൽ ചെയ്ത് ഫൈനൽ എക്സ്പ്രഷൻ മാത്രമേ എഴുതിയുള്ളൂ. ഓർ ഇറ്റ്സ് ഈക്വൽ ടു H2- മൈനസ് H1 ഡിവൈഡഡ് ബൈ H2 മൈനസ് H1. H2- മൈനസ് H1 ഡിവൈഡഡ് ബൈ H2 മൈനസ് H1. സോ ഈ രണ്ട് ഇക്വേഷൻ ഈ കണക്ഷൻസ് എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇത് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുക. സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ യു ക്യാൻ യൂസ് ദ കറസ്പോണ്ടിങ് ദീസ് ഇക്വേഷൻസ്. ഓക്കെ, സോ ഗ്രാഫ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഈ ഗ്രാഫ് ഒന്ന് കിട്ടും. ആക്ച്വൽ കംപ്രഷൻ എപ്പോഴും വെർട്ടിക്കലാണ്, ആക്ച്വൽ അല്ല ഐഡിയൽ കംപ്രഷൻ. ഐസെൻട്രോപ്പിക് കംപ്രഷൻ വെർട്ടിക്കലായിരിക്കും, അതൊന്ന് ഡീവിയേറ്റ് ചെയ്ത് ലോസ് ഉള്ളതുകൊണ്ട് ഡീവിയേറ്റ് ചെയ്ത് പോകും. സോ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണെങ്കിൽ ഈ ഗ്രീൻ ലൈനാണ് സ്റ്റാഗ്നേഷൻ, ആക്ച്വൽ കംപ്രഷൻ ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടി. Okay, this is actual compression in terms of static property. This red line represents actual compression in terms of stagnation property. Stagnation property വെച്ചിട്ടുള്ള കംപ്രഷൻ ആണ് ഈ റെഡ് ലൈൻ. ഓക്കെ, സോ ഈ ടേംസ് കറസ്പോണ്ടിങ് ടേംസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐസെൻട്രോപ്പിക് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതും കൂടി ആവശ്യമുണ്ട്. T02- മൈനസ് ബൈ T01 ടെമ്പറേച്ചർ റേഷ്യോ പ്രഷറിൻ്റെ റേഷ്യോ തമ്മിലുള്ള കണക്ഷൻ. ഫോർ ആൻ ഐസെൻട്രോപ്പിക് പ്രോസസ് ഇറ്റ് ഈസ് P02 ബൈ P01 ഡിവൈഡഡ് ബൈ Γ-1 ബൈ ഗാമ ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റാറ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ T2- ബൈ T1 ഈസ് ഈക്വൽ ടു P2 ബൈ P1 ഹോൾ റേസ് ടു Γ-1 ബൈ ഗാമ ആയിരിക്കും. ഇവിടെ ഡാഷ് വരാത്ത കാരണം P02യും P02- സെയിം ആണ്. നമുക്ക് ഈ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. ഈ P2 ഈ ടെമ്പറേച്ചർ P2 എന്നുള്ള ടെമ്പറേച്ചർ തന്നെയാണ് P2. സോ ഈ ഒരു റിലേഷനും കൂടി ഈ ഒരു സംഭവം കൂടി ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, P02യും P02- സെയിം ആണ്. അതുകൊണ്ടാണ് ഇവിടെ P02- പകരം P02 തന്നെ എടുത്തത്. അതേമാതിരി
P2' P2 സെയിം ആണ്. അതുകൊണ്ടാണ് ഇവിടെ P2' പകരം P2 എടുക്കാൻ കാരണം. നിങ്ങൾ ആ ഗ്രാഫ് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇസ് ദ ഐസെൻട്രോപിക് എഫിഷ്യൻസി. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി ഇതിൽ ബേസിക് ടേംസ് കുറച്ചും കൂടി ഉണ്ട്. സ്ലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ലിപ്പ് ഫാക്ടർ, പ്രഷർ ഫാക്ടർ, വർക്ക് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബേസിക് ഡെഫിനേഷൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇതൊന്ന് നോക്കിയിട്ട് വരും. ഓക്കെ.